the management, teaching and non-teaching staff, and students of St. George's Mount High School, Kaipattur, Pathanamthitta, Kerala, share the surmounting anguish and anxieties of the 50 lakh affected people of the 5 districts of Kerala, including the innocent school children. And we would like to present before you the terror and tears through which our fellow beings are going through these days in connection with the issue Mullaperiyar Dam Daman. As you already know, the Mullaperiyar Dam, a water bomb, may explode at any moment and cause inexplicable disaster to one of the most beautiful parts of the world and its inhabitants. The unfathomable depth of loss increases when we consider the vast wealth of biodiversity in this area and its flora and fauna. The horrorsome dragon, the explosion of the dam, now deeply affected the people of the 5 districts who live there with fear and terror and incessantly pray to save them from the impending disaster. The mild and major tremors happening in this area make high Richter scale quakes in the minds of the people. We cannot but to put before you their pangs and anguishes and sincerely hope that you alone can do something to save the life and wealth of the people and the nation. We earnestly request you to save the people from this Damocles' sword. Thanking you, sir. Yours sincere. മനുഷ്യനിർമ്മിത തടയണയുടെ ഏറ്റവും ദൈന്യതയാർന്ന ഉദാഹരണമാണ് മുല്ലപ്പെരിയാർ ഡാം. ഏതു നിമിഷവും സംഭവിച്ചേക്കാവുന്ന ആ ദുരന്തത്തിൽ മുങ്ങിപ്പോകുന്നത് അടിവാര പ്രദേശങ്ങളിലുള്ള 2.5 ദശലക്ഷത്തോളം പേരുടെ വിലപ്പെട്ട ജീവനായിരിക്കും. ഈ ഡാമിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്നതാണ് ഏറ്റവും ഉത്കണ്ഠാകുലമായ കാര്യം. ജനങ്ങളുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ നാളുകളേറെയില്ല എന്നതാണ് സത്യം. ഭയപ്പാടോടെ കാതോർക്കുന്ന അനിർവാര്യമായ ആ ദുരന്തം സംഭവിച്ചാൽ കടപുഴകി അറബിക്കടലിലേക്കെറിയപ്പെടുന്നത് ഡാമിന്റെ കീഴ്പ്രദേശത്തുള്ള നിരവധി നഗരങ്ങളും ഗ്രാമങ്ങളും അതോടൊപ്പം അവിടുത്തെ ജനസഞ്ചയവും അവരുടെ വിലപ്പെട്ടതൊക്കെയുമായിരിക്കും. മുൻപ് സംഭവിച്ച ഡാം ദുരന്തങ്ങൾ പലതും തെളിയിച്ചത് അവ അണുസ്ഫോടനത്തെക്കാൾ വലിയ ദുരന്തമായിരിക്കുമെന്നാണ്. ദൂരമനുസരിച്ച് ഒരു സാധാരണ ബോംബിന്റെ പോലും നശീകരണശേഷി ക്രമേണ കുറഞ്ഞു വരികയാണുണ്ടാവുന്നത്. പക്ഷേ ഡാം അപകടങ്ങളെ സംബന്ധിച്ചിടത്തോളം നശീകരണശേഷി, അതുകൊണ്ടുണ്ടാകുന്ന പ്രളയം, കടലിൽ ആഞ്ഞുപതിക്കുന്ന ദൂരം എത്രയും കൂടുന്നുവോ അത്രയും വർദ്ധിക്കുകയുള്ളൂ. വിശ്വസനീയമായ കണക്കുകളനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിലും ഇടുക്കി ഡാമിലും സംഭരിച്ചിരിക്കുന്ന ജലത്തിന്റെ നശീകരണശേഷി ഹിരോഷിമയിൽ ദുരന്തം വിതച്ച ആറ്റം ബോംബിന്റെ 180 മടങ്ങായിരിക്കും. ഒരു സേതുവിൻ സുഗതം തകർക്കുമ്പോൾ ഓരോ
എന്ത് സംഭവിക്കും എന്നുള്ള ആകുലയോടുകൂടി ഉത്കണ്ഠയോടുകൂടി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കുമളിയിലും വണ്ടിപ്പെരിയാറിലും മധ്യ തിരുവിതാംകൂറിന്റെ വിവിധ ഭാഗങ്ങളിലായി ജനലക്ഷങ്ങൾ ആളുകളോടെ കഴിയുകയാണ്. ഉണർന്നാൽ കിടന്നാൽ നാളെ ഉണർന്നു നിൽക്കുമ്പോൾ ഭൂമി ഉണ്ടാകുമോ, മാതാപിതാക്കന്മാരെയോ സഹോദരങ്ങളെ കാണാൻ കഴിയുമോ എന്നുള്ള ആ വേദനയോടുകൂടി കിടക്കുന്ന കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പോയാൽ തിരിച്ചു ചെല്ലുമ്പോൾ മാതാപിതാക്കന്മാരെ കാണാൻ സാധിക്കുമോ, ആ പ്രദേശം ഉണ്ടാകുമോ എന്ന് പോലും ചിന്തിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഓരോരുത്തരെ പോലെയും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ അവിടെ ഭീതിയോടെ കഴിയുന്ന കുഞ്ഞുങ്ങൾ. ഒരുപക്ഷെ ഇന്ന് ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് ഇടുക്കിയിലും പരിസര പ്രദേശങ്ങളുള്ളത്. നമ്മുടെ സാർ സൂചിപ്പിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാലും 50 വർഷത്തേക്ക് പഴയ ഡാം ഇന്ന് 116 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ആയിരക്കണക്കിന് തവണ ഭൂമികൾക്കുണ്ടായതിന്റെ പശ്ചാത്തലത്തില് മുല്ലപ്പെരിയാർ ഡാമിന് ജലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. 136 അടി വെള്ളം ഇന്ന് കെട്ടി നിൽക്കുമ്പോൾ ആ ഡാമിന് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏകദേശം 5 ജില്ല പൂർണ്ണമായും 4 ജില്ല പൂർണ്ണമായും 1 ജില്ല ഭാഗികമായും. Rising water levels at the 111-year-old Mullaperiyar Dam at Idukki district has resulted in an extremely alarming situation for the state of Kerala. The rapid increase in water levels will threaten the safety of the dam and will endanger the life of nearly 35 lakh people living in 5 districts of Kerala. This probable disaster is not a mere speculation but can turn into a reality any time, considering the present condition of the dam. In recent times, Kerala has appealed to neighbouring Tamil Nadu to take into consideration its very grave concerns about the strength of the dam that has long outlived its normal period of life. For the state of Kerala, Mullaperiyar is not a dispute. Tears gushes out from the hearts of our dear fellows, school children, and the people of the 5 districts haunts us terribly and fearfully. We don't know the politics and economics behind it, but we know the terrible trauma through which our fellow beings are going through. We don't know the cheap popularity tricks of some people, but we know the real pain through which they are affected are going through. We don't know the strength and stability of the dam, but we know the sad situations of the people out there. Sir, we share their tears and terror, their hopes and dreams. We, school children, fortnightly got a golden chance to take birth in the God's own country, and we dream to make the whole world a God's own land. But now we fear that we, our fellows, cannot fulfill our dreams, and we may become the prey of the dreaded demon, the water bomb, Mullaperiyar Dam demon. Sir, save us, save us, save us from the terrible demon, save our life. മുല്ലപ്പെരിയാർ പ്രശ്നം ഭാരതത്തിന്റെ ഐക്യവേണ്ടതയും തകർക്കാതെ കേരളത്തിലെ ജനകോടികളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചുകൊണ്ട് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള എല്ലാ നടപടികളും ഞങ്ങളെല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രയത്നം ചെയ്യുന്നു.